ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് കൂടുതൽ കോമൻസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് വീഡിയോ. അതിലെ എൻ്റെ താങ്ക്സ് നോട്ടിന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ 9ാമത്തെ അധ്യായം ദ വോഴ്സ് ഓഫ് മിസ്സസ് വീസ്ലിയുടെ ബാക്കി ഭാഗം ഇന്ന് കേൾക്കാം. റോണിന് ഒരു സ്പെഷ്യൽ ലെറ്റർ ഫ്രം ഹോഗ്വാർട്സ് കിട്ടുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ സ്റ്റോറി. എന്താണെടാ? ഫ്രെഡ് അക്ഷമയോടെ ചോദിച്ചു. റോണിനടുത്തേക്ക് നീങ്ങി തോളിനു മുകളിലൂടെ കടലാസിലേക്ക് നോക്കി. ഫ്രെഡിന്റെ വായയും തുറന്നു. പ്രിഫെക്റ്റ്! അവൻ കത്തിലേക്ക് അവിശ്വസനീയതയോടെ നോക്കി. പ്രിഫെക്റ്റ്! ജോർജ് മുന്നോട്ട് ചാടി റോണിന്റെ മറ്റേ കയ്യിലുള്ള കവർ തട്ടിപ്പറിച്ചു. അതിൽ നിന്ന് കടും ചുവപ്പും സ്വർണ്ണ നിറവുമുള്ള എന്തോ ഒന്ന് ജോർജിന്റെ കൈപ്പത്തിയിലേക്ക് വീഴുന്നത് ഹാരി കണ്ടു. ഒരിക്കലുമില്ല, ജോർജ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇതെന്തോ തെറ്റുപറ്റിയതാണ്, ഫ്രെഡ് ഉറപ്പിച്ചു. റോണിന്റെ കയ്യിൽ നിന്ന് കത്ത് തട്ടിപ്പറിച്ച് വാട്ടർമാർക്ക് നോക്കുന്നത് പോലെ അത് പിടിച്ച് വെളിച്ചത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ബുദ്ധിയുള്ള ആരും റോണിനെ ഒരു പ്രിഫെക്റ്റ് ആക്കില്ല, ഇരട്ടകളുടെ തലകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. രണ്ടുപേരും ഹാരിയെ തുറിച്ചു നോക്കി. നീ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഹാരി അവരെ ഏതോ വിധത്തിൽ കബളിപ്പിച്ചെന്ന പോലെ ഫ്രെഡ് ശബ്ദമുയർത്തി. ഡംബിൾഡോർ എന്തായാലും നിന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ കരുതി, ജോർജ് ദേഷ്യത്തോടെ പറഞ്ഞു. ട്രൈവിസാർഡും എല്ലാ കാര്യവും നീ ജയിച്ചു, ഫ്രെഡ് നിരാശനായി. അതെ, എല്ലാ പൊട്ടത്തരങ്ങളും ഇവനാണ് കണക്കാക്കിയിട്ടുണ്ടാകുക എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത്, ജോർജ് ഫ്രെഡിനോട് പറഞ്ഞു. അതെ, ഫ്രെഡ് തുടർന്നു. അതുതന്നെ, നീ എത്ര കുഴപ്പങ്ങളുണ്ടാക്കി. പോട്ടെ, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും കിട്ടിയല്ലോ. അവൻ ഹാരിയുടെ അടുത്തേക്ക് ചെന്ന് റോണിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഹാരിയുടെ പുറത്തടിച്ചു. പ്രിഫെക്റ്റ്! മണ്ടർ റോണി പ്രിഫെക്റ്റ് ആയിരിക്കുന്നു. ഓ, അമ്മ ഇനി വിപ്ലവം സൃഷ്ടിക്കും. ജോർജ് നെടുവേർപ്പെട്ടുകൊണ്ട് പ്രിഫെക്റ്റ് ബാഡ്ജ് റോണിന് നേരെ നീട്ടി. അതെന്തോ മലിന വസ്തുവാണെന്ന മട്ടിൽ. ഒരു വാക്ക് പോലും പറയാതെ നിന്ന റോൺ ബാഡ്ജ് എടുത്തു. ഒരു നിമിഷം അതിലേക്ക് നോക്കി. എന്നിട്ടത് സത്യമാണെന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ ഹാരിക്ക് നേരെ നീട്ടി. ഹാരി അതെടുത്തു. ഗ്രിഫിൻഡോർ സിംഹത്തിൽ ഒരു വലിയ പി നല്ല രീതിയിൽ പതിപ്പിച്ചിരിക്കുന്നു. ഹോഗ്വാർട്സിലെ തന്റെ ആദ്യ ദിവസം തന്നെ പേഴ്സിയുടെ നെഞ്ചിൽ ഇതുപോലുള്ള ഒരു ബാഡ്ജ് അവൻ കണ്ടിരുന്നു. വാതിൽ ശബ്ദത്തോടെ തുറന്നു. ഹെർമിയോണി മുറിയിലേക്ക് ചാടി വന്നു. അവളുടെ കവിളുകൾ ചുവന്നിരുന്നു. അവളുടെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു. നിനക്ക് കിട്ടിയോ? ഹാരിയുടെ കയ്യിലുള്ള ബാഡ്ജ് കണ്ട് അവൾ അലറി വിളിച്ചു. എനിക്കറിയാമായിരുന്നു, അവൾ ആവേശത്തോടെ അവളുടെ കത്ത് ചൂണ്ടി പറഞ്ഞു. എനിക്കും ഹാരി, എനിക്കും. ഇല്ല, ഹാരി വേഗത്തിൽ ബാഡ്ജ് റോണിന്റെ കയ്യിലേക്ക് തിരികെ കൊടുത്തു. അത് ഞാനല്ല, റോണാണ്. എന്ത്? ഞാനല്ല, റോണാണ് പ്രിഫെക്റ്റ്, ഹാരി പറഞ്ഞു. റോൺ? ഹെർമിയോണിയുടെ വായ തുറന്നുപോയി. പക്ഷേ ശരിക്കും? ഉറപ്പാണോ? അതായത്, റോൺ ധിക്കാരപരമായ ഒരു ഭാവത്തോടെ അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഭയന്നുപോയി. കത്തിൽ എൻ്റെ പേരുണ്ട്, റോൺ പറഞ്ഞു. ഞാൻ ഹെർമിയോണിക്ക് വിശ്വാസം വന്നില്ല. അത് ഞാൻ. വൗ, നന്നായി റോൺ. ശരിക്കും ഇത് വളരെ അപ്രതീക്ഷിതമാണ്. ജോർജ് അവളുടെ വാക്കുകൾ മുഴുവനാക്കാൻ ഒരു ശ്രമം നടത്തി. അല്ല, ഹെർമിയോണി മുൻപത്തേക്കാൾ കൂടുതൽ ചുവന്നു തുടുത്തു. അങ്ങനല്ല റോൺ, ഒരുപാട്. ശരിക്കും. അവളുടെ പിന്നിലെ വാതിൽ കുറച്ചുകൂടി വിശാലമായി തുറന്നു. മിസ്സസ് വീസ്ലി അലക്കിയ
പുതുവസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരവുമായി മുറിയിലേക്ക് കയറി വന്നു. പുസ്തക ലിസ്റ്റുകൾ ഒടുവിൽ വന്നുവെന്ന് ജിനി പറഞ്ഞു. മിസ്സസ് വീസ്ലി പറഞ്ഞു. എല്ലാ കവറുകളും ചുറ്റും നോക്കി കിടക്കയിലേക്ക് പോയി വസ്ത്രങ്ങൾ 2 കൂമ്പാരങ്ങളായി അടുക്കാൻ തുടങ്ങി. അതെനിക്ക് തന്നേക്ക്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഡാഗൺ ആലിയിൽ പോയി നിങ്ങളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോഴേക്കും നിങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചേക്ക്. റോൺ, നിനക്ക് കുറച്ച് പൈജാമകൾ കൂടി വാങ്ങണം. ഇവ ഇപ്പോൾ തന്നെ 6 ഇഞ്ച് കുറഞ്ഞു. നീ എത്ര വേഗത്തിലാണ് വളരുന്നത്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് നിറമാണ് നിനക്കിഷ്ടം? അവന്റെ ബാഡ്ജിന് ചേരുന്ന ചുവപ്പും സ്വർണവും വാങ്ങിക്കോളൂ, ജോർജ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനു ചേരുന്നതെന്ന് മിസ്സസ് വീസ്ലി അശ്രദ്ധയോടെ ചോദിച്ചു. ഒരു ജോഡി മെറൂൺ സോക്സുകൾ ചുരുട്ടി റോണിന്റെ വസ്ത്രങ്ങൾക്കിടയിൽ അവൾ വെച്ചു. അവന്റെ ബാഡ്ജിന്. കാര്യം പെട്ടെന്ന് അവസാനിക്കണമെന്ന ആഗ്രഹത്തോടെ ഫ്രെഡ് പറഞ്ഞു. അവന്റെ മനോഹരമായി തിളങ്ങുന്ന പുതിയ പ്രിഫെക്റ്റ് ബാഡ്ജിന്. ഫ്രെഡിന്റെ വാക്കുകൾ മിസ്സസ് വീസ്ലിയുടെ പൈജാമ തിരക്കിലേക്ക് തുളച്ചു കയറാൻ ഒരു നിമിഷമെടുത്തു. അവന്റെ എന്ത്? റോൺ, നീയാണോ? റോൺ തന്റെ ബാഡ്ജ് ഉയർത്തിപ്പിടിച്ചു. മിസ്സസ് വീസ്ലി ഹെർമിയോണിയെ പോലെ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. ഓ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എനിക്ക് റോൺ, വണ്ടർഫുൾ, ഒരു പ്രിഫെക്റ്റ്. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും പ്രിഫെക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഞാനും ഫ്രെഡും എന്താ അടുത്ത വീട്ടിലെയാണോ? ജോർജ് കോപത്തോടെ ചോദിച്ചു. അവന്റെ അമ്മ അവനെ മാറ്റി നിർത്തി ഇളയ മകനെ കെട്ടിപ്പിടിച്ചു. നിന്റെ അച്ഛൻ ഇതറിയുന്നത് വരെ കാത്തിരിക്കൂ. റോൺ, നിന്നെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. സന്തോഷകരമായ വാർത്ത. ബില്ലിനെയും പേഴ്സിയെയും പോലെ നീയും ഒരു ഹെഡ് ബോയ് ആയി മാറും. ഇതതിന്റെ മുന്നോടിയാണ്. ഈ വിഷമത്തിനിടയിൽ സംഭവിച്ച നല്ലൊരു കാര്യം. എനിക്ക് വളരെ സന്തോഷമായി. ഓ റോണി. ഫ്രെഡും ജോർജും അവളുടെ പുറകിൽ നിന്ന് ഉച്ചത്തിൽ ഓക്കാനിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മിസ്സസ് വീസ്ലി അതൊന്നും ശ്രദ്ധിച്ചില്ല. റോണിന്റെ കഴുത്തിൽ കൈകൾ മുറുകെ പിടിച്ച് അവൾ അവന്റെ മുഖം മുഴുവൻ ചുംബിച്ചു. അവനിപ്പോൾ ബാഡ്ജിനേക്കാൾ തിളക്കമുള്ള കടും ചുവപ്പായി മാറിയിരുന്നു. അമ്മ വേണ്ട, അമ്മ വിട്. അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് റോൺ പിറുപിറുത്തു. അവൾ അവനെ വിട്ട് ശ്വാസം വിടാതെ പറഞ്ഞു. എന്താ നിനക്ക് തരേണ്ടത്? പേഴ്സിക്ക് ഞങ്ങൾ ഒരു മൂങ്ങയാണ് കൊടുത്തത്. പക്ഷെ നിനക്ക് ഇതിനകം ഒന്നുണ്ടല്ലോ. അമ്മ എന്താണിപ്പോൾ ചോദിച്ചത്? തന്റെ കാതുകളെ വിശ്വസിക്കാൻ ധൈര്യപ്പെടാത്തതുപോലെ റോൺ ചോദിച്ചു. ഇതിന് നിനക്കൊരു പാരിതോഷികം വേണ്ടേ? മിസ്സസ് വീസ്ലി സ്നേഹത്തോടെ അവനെ നോക്കി. പുതിയ മേലങ്കികളായാലോ? നമ്മൾ ഇപ്പോൾ തന്നെ അവന് കുറച്ച് വാങ്ങിക്കൊടുത്തല്ലോ. ഇതൊട്ടും ഇഷ്ടപ്പെടാതെ ഫ്രെഡ് പുച്ഛത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പുതിയ കുടമാകാം. ചാർലിയുടെ പഴയത് തുരുമ്പെടുത്തു. അല്ലെങ്കിൽ സ്കാബേഴ്സിനെ പോലെ പുതിയൊരു എലിയായാലോ? അമ്മേ, റോൺ പ്രതീക്ഷയോടെ വിളിച്ചു. എനിക്കൊരു പുതിയ ബ്രൂംസ്റ്റിക് വാങ്ങിത്തരാമോ? ഇത് കേട്ടപ്പോൾ മിസ്സസ് വീസ്ലിയുടെ മുഖം ചെറുതായൊന്ന് വാടി. ബ്രൂംസ്റ്റിക് വിലയേറിയതായിരുന്നു. അത്ര നല്ലത് വേണമെന്നില്ല, റോൺ തിടുക്കത്തിൽ കൂട്ടിച്ചേർത്തു. ഒരു മാറ്റത്തിനായി പുതിയൊരെണ്ണം. മിസ്സസ് വീസ്ലി മടിച്ചു നിന്നു. പിന്നെ പുഞ്ചിരിച്ചു. തീർച്ചയായും വാങ്ങാം. ഒരു ചൂൽ കൂടി വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ ഉടൻ പോകുന്നതാണ് നല്ലത്. വേഗം വരാം. നിങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യാൻ മറക്കരുത്. ലിറ്റിൽ റോണി. പ്രിഫെക്റ്റ്, ഒരു പ്രിഫെക്റ്റ്. ഓ, എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ റോണിന്റെ കവിളിൽ വീണ്ടും ഒരു ചുംബനം കൂടി നൽകി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഫ്രെഡും ജോർജും പരസ്പരം നോക്കി. ഞങ്ങൾ നിന്നെ ചുംബിച്ചില്ലെങ്കിൽ നിനക്കൊന്നും തോന്നില്ലല്ലോ അല്ലേ റോൺ? ഫ്രെഡ് ഉത്കണ്ഠാകുലമായ സ്വരത്തിൽ കളിയായി പറഞ്ഞു. നിനക്കിഷ്ടമാണെങ്കിൽ ഒരു ആചാരത്തിന് തരാം. ജോർജും കൂടെ കൂടി. ഓ, മിണ്ടാതിരിക്ക്, റോൺ അവരെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത്? ഫ്രെഡ് ചോദിച്ചു. മുഖത്ത് ഒരു ദുഷിച്ച പുഞ്ചിരി വിടർന്നു. നീ ഞങ്ങളെ ഡിറ്റൻഷൻ ചെയ്യാൻ പോവുകയാണോ? എങ്കിലതൊന്ന് കാണണമല്ലോ.
ജോർജ് പുഞ്ചിരിച്ചു. നീ സൂക്ഷിച്ചില്ലെങ്കിൽ അവനത് ചെയ്യാൻ കഴിയും, ഹെർമിയോണി ദേഷ്യത്തോടെ പറഞ്ഞു. ഫ്രെഡും ജോർജും പൊട്ടിച്ചിരിച്ചു. റോൺ മന്ത്രിച്ചു. അവരെ ഇറക്കിവിട് ഹെർമിയോണി. നമ്മൾ ശ്രദ്ധിക്കണം ജോർജ്, ഫ്രെഡ് വിറയ്ക്കുന്നതായി നടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. അതെ, നമ്മുടെ നിയമലംഘന ദിവസങ്ങൾ ഒടുവിൽ അവസാനിച്ചതായി തോന്നുന്നു, ജോർജ് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും ഒരു വലിയ ശബ്ദത്തോടെ ഇരട്ടകൾ അപ്രത്യക്ഷരായി. ഓ, ഇവരെ കൊണ്ട്, ഹെർമിയോണി ദേഷ്യത്തോടെ പറഞ്ഞ് സീലിംഗിലേക്ക് നോക്കി. അതിലൂടെ മുകളിലത്തെ നിലയിൽ ഫ്രെഡും ജോർജും ചിരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. റോൺ, അവരെ ശ്രദ്ധിക്കണ്ട, അവർക്ക് അസൂയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല, റോൺ സംശയത്തോടെ മേൽക്കൂരയിലേക്ക് നോക്കി പറഞ്ഞു. മണ്ടന്മാർ മാത്രമേ പ്രിഫെക്റ്റുകളാകൂ എന്ന് അവർ എപ്പോഴും പറയാറുണ്ട്. എന്നാലും, അവൻ കൂടുതൽ സന്തോഷത്തോടെ കൂട്ടിച്ചേർത്തു, അവർക്കൊരിക്കലും പുതിയ ചൂലുകൾ കിട്ടിയിട്ടില്ല. എനിക്ക് അമ്മയോടൊപ്പം പോയി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അമ്മയ്ക്കൊരിക്കലും ഒരു നിംബസ് ഒന്നും വാങ്ങാൻ കഴിയില്ല, പക്ഷേ പുതിയ ക്ലീൻ സ്വീപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നല്ലതാണ്. അതെ, ഞാൻ പോയി ക്ലീൻ സ്വീപ്പ് എനിക്ക് ഇഷ്ടമാണെന്ന് അമ്മയോട് പറയട്ടെ. അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞേക്കാം. ഹാരിയെയും ഹെർമിയോണിയെയും തനിച്ചാക്കി അവൻ മുറിയിൽ നിന്ന് ഓടിപ്പോയി. എന്തോ കാരണത്താൽ ഹെർമിയോണിയെ നോക്കാൻ ഹാരിക്ക് താല്പര്യമേ തോന്നിയില്ല. അവൻ തന്റെ കിടക്കയിലേക്ക് നോക്കി. മിസ്സസ് വീസ്ലി അതിൽ മടക്കി വച്ചിരുന്ന വൃത്തിയുള്ള വസ്ത്രങ്ങളുടെ കെട്ടെടുത്ത് മുറിയിലെ തന്റെ പെട്ടിക്കടുത്തേക്ക് പോയി. ഹാരി, ഹെർമിയോണി ഒന്ന് സംശയിച്ച് വിളിച്ചു. വെൽഡൺ ഹെർമിയോണി, ഹാരി അവളെ ആശംസിച്ചു. അതവന്റെ ശബ്ദവുമായി സാമ്യമുള്ളതായിരുന്നില്ല. എന്നിട്ടും അവളെ നോക്കാതെ അവൻ തുടർന്നു. ബ്രില്യൻ, പെർഫെക്റ്റ്, ഗ്രേറ്റ്, താങ്ക്സ്, ഹെർമിയോണി പറഞ്ഞു. ഹാരി, അമ്മയെയും അച്ഛനെയും ഇതൊന്ന് അറിയിക്കാൻ ഹെഡ്വിഗിനെ തരാമോ? അവർ ശരിക്കും സന്തോഷിക്കും. പ്രിഫെക്റ്റ് എന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയും. ആ, എടുത്തോളൂ, കുഴപ്പമില്ല, ഹാരി ഇപ്പോഴും തൻ്റേതല്ലാത്ത ഭയാനകമായ ഹൃദ്യമായ ശബ്ദത്തിൽ പറഞ്ഞു. കൊണ്ടുപോയിക്കോളൂ. അവൻ തന്റെ പെട്ടിയോട് ചേർന്ന് വസ്ത്രങ്ങൾ അതിന്റെ അടിയിൽ വിരിച്ച് എന്തോ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഹെർമിയോണി വാർഡ്രോബിലേക്ക് കടന്ന് ഹെഡ്വിഗിനെ താഴേക്ക് വിളിച്ചു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. പിന്നിലെ വാതിൽ അടയുന്ന ശബ്ദം ഹാരി കേട്ടു. പക്ഷേ അവൻ അവിടെ തന്നെ തുടർന്നു. ചുമരിലെ ശൂന്യചിത്രം വീണ്ടും അടക്കിച്ചിരിക്കുന്നതും മൂലയിലെ മാലിന്യക്കൊട്ട മൂങ്ങക്കഷ്ടം കാർക്കിക്കുന്നതും മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അവൻ നിവർന്ന് പിന്നിലേക്ക് നോക്കി. ഹെർമിയോണി പോയി കഴിഞ്ഞിരുന്നു. ഹെഡ്വിഗും. ഹാരി പതുക്കെ തന്റെ കിടക്കയിൽ കിടന്നു. അലമാരയുടെ ചുവട്ടിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. 5ാം വർഷത്തിൽ പ്രിഫെക്റ്റുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യം അവൻ പൂർണ്ണമായും മറന്നുപോയിരുന്നു. പുറത്താക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് അവൻ വല്ലാതെ ഭയപ്പെട്ടതിനാൽ ബാഡ്ജുകൾ ചിലർക്ക് ലഭിക്കുമെന്ന ഒരു ചിന്ത പോലും അവന് ഉണ്ടായിരുന്നില്ല. അവൻ അതിനെക്കുറിച്ച് ഓർമ്മിച്ചിരുന്നെങ്കിലോ, അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലോ, അവൻ എന്തായിരിക്കും പ്രതീക്ഷിക്കുക? ഒരിക്കലും ഇതല്ല. അവന്റെ തലയ്ക്കുള്ളിൽ നിന്ന് ചെറുതും സത്യസന്ധവുമായ ഒരു ശബ്ദം പറഞ്ഞു. ഹാരി മുഖം കൈകളിൽ പൂഴ്ത്തി. പ്രിഫെക്റ്റ് ബാഡ്ജ് വരുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നെങ്കിൽ അത് റോണിനല്ല തനിക്ക് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചേനെ. ഈ ചിന്ത ഡ്രാക്കോ മാൽഫോയിയെ പോലെ അവനെ ഒരു അഹങ്കാരിയാക്കിയോ? എല്ലാവരെക്കാളും താൻ ശ്രേഷ്ഠനാണെന്ന് അവൻ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ താൻ റോണിനേക്കാൾ മികച്ചവനാണെന്ന് അവൻ ശരിക്കും വിശ്വസിച്ചിരുന്നു? ഇല്ല, ആ ചെറിയ ശബ്ദം എതിർത്തു. അത് സത്യമാണോ? ഹാരി വീണ്ടും ചിന്തിച്ചു. ഉത്കണ്ഠയോടെ അവൻ തന്റെ വികാരങ്ങൾ പരിശോധിച്ചു. ക്വിഡിച്ചിൽ എനിക്ക് നല്ല കഴിവുണ്ട്, ആ ശബ്ദം
പറഞ്ഞു. പക്ഷേ മറ്റൊന്നിലും എനിക്ക് നല്ല കഴിവില്ല. അത് തീർച്ചയായും സത്യമാണെന്ന് ഹാരിക്ക് തോന്നി. പഠനത്തിൽ താൻ റോണിനേക്കാൾ മികച്ചവനല്ല. പക്ഷേ പഠനത്തിന് പുറത്തുള്ള കാര്യമോ? ഹോഗ്വാർട്സ് ആരംഭിച്ചതിനു ശേഷം അവനും റോണും ഹെർമിയോണിയും ഒരുമിച്ച് നടത്തിയ സാഹസികതകൾ പലപ്പോഴും പുറത്താക്കലിനേക്കാൾ വലിയ അപകട സാധ്യതയുള്ളവയായിരുന്നില്ലേ? അതെ, എന്നാലും റോണും ഹെർമിയോണിയും മിക്ക സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഹാരിയുടെ തലയിലെ ശബ്ദം പറഞ്ഞു. എപ്പോഴും ഉണ്ടായിരുന്നില്ല, ഹാരി തന്നോട് തന്നെ വാദിച്ചു. അവർ എന്റെ കൂടെ ക്വിറലിനോട് യുദ്ധം ചെയ്യാനുണ്ടായിരുന്നില്ല. അവർ റിഡിലിനെയും ബാസിലിസ്കിനെയും നേരിട്ടിട്ടില്ല. സിറിയസ് രക്ഷപ്പെട്ട രാത്രിയിൽ അവർ ആ ഡിമൻഡറുകളെ എല്ലാം തുരത്താൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വോൾഡിമോർട്ട് തിരിച്ചെത്തിയ രാത്രിയിൽ അവർ എന്നോടൊപ്പം ആ ശ്മശാനത്തിൽ ഉണ്ടായിരുന്നില്ല. അവൻ വന്ന രാത്രിയിൽ അവനെ ബാധിച്ച അതേ വൃത്തികെട്ട വികാരം വീണ്ടും ഉയർന്നു. ഞാൻ തീർച്ചയായും കൂടുതൽ ചെയ്തിട്ടുണ്ട്, ഹാരി ദേഷ്യത്തോടെ ചിന്തിച്ചു. അവർ 2 പേരെക്കാളും കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ അപകടകരമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടതുകൊണ്ടായിരിക്കില്ല ഡംബിൾഡോർ പ്രിഫെക്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. മറ്റു കാരണങ്ങൾ കൊണ്ടാകാം. റോണിനെ നിനക്കില്ലാത്ത എന്തോ ഒന്നുണ്ടായിരിക്കണം, ആ ചെറിയ ശബ്ദം ന്യായീകരിച്ചു. ഹാരി കണ്ണു തുറന്ന് വിരലുകൾക്കിടയിലൂടെ വാർഡ്രോബിന്റെ കാലുകളിലേക്ക് ഉറ്റുനോക്കി. ഫ്രെഡ് പറഞ്ഞത് ഓർത്തു. ബുദ്ധിയുള്ള ആരും റോണിനെ ഒരു പ്രിഫെക്റ്റാക്കില്ല. ഹാരി ഒരു നേർത്ത ചിരി ചിരിച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അവന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഡംബിൾഡോറിനോട് പ്രിഫെക്റ്റ് ബാഡ്ജ് നൽകാൻ റോൺ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല. ഇത് റോണിന്റെ തെറ്റല്ല, ഹാരിയുടെ തെറ്റായിരുന്നില്ലേ? റോണിന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഹാരി ബാഡ്ജ് കിട്ടാത്തതിനാൽ മുഖം ചൊളിക്കാൻ ഉദ്ദേശിച്ചതും ഇരട്ട സഹോദരങ്ങളോടൊപ്പം റോണിന്റെ പിറകിൽ നിന്ന് ചിരിച്ചതും ആദ്യമായി ഹാരിയെ ഒരു കാര്യത്തിന് തോൽപ്പിച്ചതിന്റെ പേരിൽ റോണിന്റെ നല്ലൊരു ദിവസം നശിപ്പിക്കാൻ പുറപ്പെട്ടതും ഹാരി ആയിരുന്നില്ലേ? ഈ സമയത്ത് ഹാരി വീണ്ടും പടിക്കെട്ടുകളിൽ റോണിന്റെ കാലടി ശബ്ദം കേട്ടു. അവൻ എഴുന്നേറ്റു, കണ്ണട നേരെയാക്കി. റോൺ വാതിലിലൂടെ പിന്നിലേക്ക് കയറുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി. ഓ അമ്മേ, കിട്ടി, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. കഴിയുമെങ്കിൽ ക്ലീൻ സ്വീപ്പ് വാങ്ങാമെന്ന് അമ്മ പറഞ്ഞു. കൂൾ, ഹാരി പറഞ്ഞു. തന്റെ ശബ്ദം ഹൃദ്യമായി മുഴങ്ങുന്നത് നിർത്തിയതായി കേട്ടപ്പോൾ തന്നെ അവന് ആശ്വാസം തോന്നി. റോൺ, വെൽഡൺ. റോണിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അത് ഞാനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, റോൺ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അത് നീയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അല്ല, ഞാൻ വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഫ്രെഡിന്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഹാരി പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ പെട്ടികൾ പാക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന്, അല്ലേ? റോൺ പറഞ്ഞു. അവർ വന്നതിന് ശേഷം അവരുടെ സാധനങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുകയായിരുന്നു. വീട്ടിലെല്ലായിടത്തു നിന്നും പുസ്തകങ്ങളും സാധനങ്ങളും എടുത്ത് സ്കൂൾ ട്രങ്കിനുള്ളിൽ എടുത്തു വെക്കാൻ അവർക്ക് വൈകുന്നേരം വരെ സമയമെടുത്തു. റോൺ തന്റെ പ്രിഫെക്റ്റ് ബാഡ്ജ് എടുത്ത് കറങ്ങുന്നത് ഹാരി ശ്രദ്ധിച്ചു. ആദ്യം അത് തന്റെ കിടക്കരികിലെ മേശപ്പുറത്ത് വച്ചു. പിന്നെ അത് ജീൻസിന്റെ പോക്കറ്റിലിട്ടു. പിന്നെ അത് പുറത്തെടുത്ത് മടക്കി വെച്ച കറുത്ത വസ്ത്രത്തിലിട്ടു. കറുപ്പിൽ ചുവപ്പിന്റെ പ്രഭാവം കാണാൻ വേണ്ടി ഫ്രെഡും ജോർജും അകത്തു കയറി ഒരു പെർമനന്റ് സ്റ്റിക്കിംഗ് ചാം ഉപയോഗിച്ച് അത് അവന്റെ നെറ്റിയിൽ ഘടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ മാത്രമാണ് അവൻ അത് മെറൂൺ സോക്സിൽ മൃദുവായി പൊതിഞ്ഞ് പെട്ടിയിൽ പൂട്ടിവെച്ചത്. ഡയഗൺ ആലിയിൽ നിന്ന് 6 മണിയോടെ മിസ്സസ് വീസ്ലി തിരിച്ചെത്തി. പുസ്തകങ്ങളും കട്ടിയുള്ള തവിട്ട് കടലാസിൽ പൊതിഞ്ഞ ഒരു നീണ്ട പൊതിയും വഹിച്ചുകൊണ്ട്. ഒരു ദീർഘനിശ്വാസത്തോടെ റോൺ അവളിൽ നിന്ന് അത് വാങ്ങി. ഇനി അത് ഇപ്പോൾ അയച്ചു നോക്കണ്ട, അത്താഴത്തിന് ആളുകൾ വരുന്നുണ്ട്, എല്ലാവരും താഴെ ഇറങ്ങ്, അവൾ പറഞ്ഞു. പക്ഷെ അവൾ കാഴ്ചയിൽ നിന്ന് മറഞ്ഞ നിമിഷം റോൺ വെറിയോടെ പേപ്പർ കീറിക്കളഞ്ഞു. തന്റെ പുതിയ ചൂലിന്റെ ഓരോ ഇഞ്ചും പരിശോധിച്ചു. അവന്റെ മുഖത്ത് ഒരു ആഹ്ലാദഭാവം നിറഞ്ഞു. താഴെ ബേസ്മെന്റിൽ മിസ്സസ് വീസ്ലി കനത്ത അത്താഴമേശയ്ക്ക് മുകളിൽ ഒരു കടും ചുവപ്പ് നിറത്തിലുള്ള ബാനർ തൂക്കിയിട്ടിരുന്നു.
അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പുതിയ പ്രിഫക്റ്റുകളായ റോണിനും ഹെർമിയോണിക്കും അഭിനന്ദനങ്ങൾ. ഹാരി ഈ മുഴുവൻ അവധിക്കാലത്ത് കണ്ടതിനേക്കാൾ നല്ല സന്തോഷത്തിലായിരുന്നു മിസ്സസ് വീസ്ലി. വെറുതെ ഒരു ഡിന്നറിന് പകരം ഒരു ചെറിയ പാർട്ടി നടത്താമെന്ന് ഞാൻ കരുതി. അവൾ ഹാരി, റോൺ, ഹെർമിയോനി, ഫ്രെഡ്, ജോർജ്, ജിനി എന്നിവരോട് മുറിയിലേക്ക് കയറിയപ്പോൾ പറഞ്ഞു: നിങ്ങളുടെ അച്ഛനും ബില്ലും യാത്രയിലാണ് റോൺ. ഞാൻ അവർക്ക് 2 മൂങ്ങകളെയും അയച്ചിട്ടുണ്ട്. അവർ വളരെ സന്തോഷത്തിലാണ്. അവൾ കൂട്ടിച്ചേർത്തു. ഫ്രെഡ് കണ്ണുരുട്ടി. സിറിയസ്, ലൂപ്പിൻ, ടോങ്സ്, കിങ്സ്ലി ഷാക്കിൾബോൾട്ട് എന്നിവർ ഇതിനകം അവിടെ എത്തിയിരുന്നു. ഹാരി ഒരു ബട്ടർ ബിയർ എടുത്തതിന് തൊട്ടു പിന്നാലെ മാഡൈ മൂഡിയും എത്തി. ഓ അലസ്റ്റർ, നിങ്ങൾ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം, മിസ്സസ് വീസ്ലി ഉത്സാഹത്തോടെ പറഞ്ഞു. മാഡൈ തന്റെ യാത്രാമേലങ്കി ഊരി മാറ്റി. വളരെ കാലമായി ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഡ്രോയിങ് റൂമിലെ എഴുത്തുമേശ ഒന്ന് നോക്കാമോ? എന്തെങ്കിലും ദുഷിച്ചതായിരിക്കുമെന്ന് കരുതി ഞങ്ങൾ ആരും അത് തുറക്കാൻ ശ്രമിച്ചില്ല. കുഴപ്പമില്ല മോളി. മൂടിയുടെ ഇലക്ട്രിക് നീല കണ്ണ് മുകളിലേക്ക് തിരിഞ്ഞ് അടുക്കളയുടെ സീലിംഗിലേക്ക് ഉറ്റുനോക്കി. ഡ്രോയിങ് റൂം. അയാൾ മുരണ്ടു. കണ്ണ് ചുരുങ്ങി. മൂലയിലെ ഡെസ്ക്. അതെ, എനിക്ക് മനസ്സിലായി. അതെ, അതൊരു ബൊഗാട്ടാണ്. ഞാൻ മുകളിലേക്ക് പോയി അതിനെ കളയണോ മോളി? വേണ്ട വേണ്ട, ഞാൻ തന്നെ പിന്നെ അത് ചെയ്തോളാം, മിസ്സസ് വീസ്ലി പറഞ്ഞു. നിങ്ങൾ കഴിക്ക്. സത്യത്തിൽ നമ്മളൊരു ചെറിയ ആഘോഷം നടത്തുകയാണ്. അവൾ സ്കാർലറ്റ് ബാനറിലേക്ക് ആംഗ്യം കാണിച്ചു. കുടുംബത്തിലെ 4ാമത്തെ പ്രിഫെക്റ്റ്. അവൾ സ്നേഹത്തോടെ റോണിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പ്രിഫെക്റ്റാ? മൂടി മുരണ്ടു. സാധാരണ നോട്ടം റോണിലേക്കും മാന്ത്രിക നോട്ടം തലയുടെ വശത്തേക്കും നീണ്ടു. ഹാരിക്ക് അത് തന്നെ നോക്കുന്നത് പോലെ അസ്വസ്ഥത തോന്നി. പിന്നീട് അത് സിറിയസിന്റെയും ലൂപ്പിന്റെയും അടുത്തേക്ക് നീങ്ങി. വെൽ, കൺഗ്രാറ്റുലേഷൻസ്. മൂടി തന്റെ സാധാരണ കണ്ണുകളോടെ റോണിനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അധികാര വ്യക്തികൾ എപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഡംബിൾഡോർ കരുതുന്നത് നിനക്ക് മിക്ക വലിയ പ്രശ്നങ്ങളെയും നേരിടാൻ കഴിയുമെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹം നിന്നെ നിയമിക്കുമായിരുന്നില്ല. ഈ വീക്ഷണത്തിൽ റോൺ അല്പം അമ്പരന്നു പോയി. പക്ഷേ അച്ഛനും മൂത്ത സഹോദരനും വന്നതോടെ പ്രതികരിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവായി. മിസ്സസ് വീസ്ലി വളരെ നല്ല മാനസികാവസ്ഥയിലായിരുന്നു. അവർ മുണ്ടങ്കസിനെയും കൊണ്ടുവന്നതിൽ അവൾ ഒരു പരാതി പോലും പറഞ്ഞില്ല. അവിടെവിടെയായി മുഴച്ചു നിൽക്കുന്ന ഒരു നീണ്ട ഓവർകോട്ട് അയാൾ ധരിച്ചിരുന്നു. അത് മൂടിയുടെ യാത്രാവസ്ത്രത്തിനൊപ്പം ഊരി മാറ്റി ഇടാനുള്ള ഓഫറും അയാൾ നിരസിച്ചു. മിസ്റ്റർ വീസ്ലി തന്റെ പാത്രം ഉയർത്തി. പുതിയ ഗ്രിഫിൻഡോർ പ്രിഫെക്റ്റുകളായ റോണിനും ഹെർമിയോണിക്കും വേണ്ടി ചിയേഴ്സ്. എല്ലാവരും അവർക്ക് വേണ്ടി മദ്യപിച്ചപ്പോൾ റോണും ഹെർമിയോണിയും സന്തോഷിച്ചു. ഞാനൊന്നും ഒരിക്കലും ഒരു പ്രിഫെക്റ്റ് ആയിട്ടില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹാരിയുടെ പിന്നിൽ നിന്ന് ടോങ്സ് ആവേശത്തോടെ പറഞ്ഞു. അവളുടെ മുടിയിന്ന് തക്കാളി ചുവപ്പും അരക്കെട്ടോളം നീളവുമായിരുന്നു. അവൾ ഇപ്പോൾ ജിനിയുടെ മൂത്ത സഹോദരിയെ പോലെയുണ്ട് കാണാൻ. എനിക്ക് ചില അത്യാവശ്യ ഗുണങ്ങളില്ലെന്ന് എൻ്റെ ഹൗസ് സൈഡ് എപ്പോഴും പറയും. അതെന്ത് ഗുണങ്ങൾ? ബേക്ക് ചെയ്ത ഉരുളക്കിഴങ്ങ് തിരഞ്ഞെടുക്കുന്നതിനിടെ ജിനി ചോദിച്ചു. മര്യാദക്ക് പെരുമാറാനുള്ള കഴിവ് പോലുള്ള ഗുണങ്ങൾ, ടോങ്സ് ഉത്തരം നൽകി. ജിനി ചിരിച്ചു. ഹെർമിയോണി ചിരിക്കണോ വേണ്ടയോ എന്ന് അറിയാതെ ബട്ടർ ബിയർ ഒരു വലിയ സിപ്പെടുത്തു. പക്ഷേ അത് തൊണ്ടയിൽ കുരുങ്ങി അവൾ ചുമച്ചു. നിങ്ങളുടെ കാര്യം എന്താണ് സിറിയസ്? ഹെർമിയോണിയുടെ പുറകിൽ തട്ടിക്കൊണ്ട് ജിനി ചോദിച്ചു. ഹാരിയുടെ തൊട്ടടുത്തിരുന്ന സിറിയസ് തന്റെ പതിവ് കൂര പോലുള്ള ചിരി പുറപ്പെടുവിച്ചു. എന്നെ ആര് പ്രിഫെക്റ്റാക്കാൻ? ഞാൻ ജെയിംസിനൊപ്പം കൂടുതൽ സമയം ഡിറ്റൻഷനിലായിരുന്നു. ലൂപ്പിനായിരുന്നു നല്ല കുട്ടി. അവന് ബാഡ്ജ് ലഭിച്ചു. എൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെ മേൽ എനിക്ക് കുറച്ച് നിയന്ത്രണം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഡംബിൾഡോർ പ്രതീക്ഷിച്ചിരിക്കാമെന്ന് ഞാൻ കരുതുന്നു, ലൂപ്പിൻ പറഞ്ഞു. പക്ഷെ അതിൽ ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹാരിയുടെ മനസ്സ് പെട്ടെന്ന് നല്ല നിലയിലായി. അവൻ്റെ അച്ഛനും ഒരു പ്രിഫെക്റ്റ് ആയിരുന്നില്ല. പാർട്ടി പെട്ടെന്ന് തന്നെ കൂടുതൽ ആസ്വാദ്യകരമായി തോന്നി. അവൻ പ്ലേറ്റ് നിറച്ചു.
മുറിയിലുള്ള എല്ലാവരോടും ഇരട്ടി സ്നേഹം അവന് തോന്നി. റോൺ തന്റെ പുതിയ ചൂലിനെക്കുറിച്ച് മറ്റുള്ളവരോട് വാചാലനായി സംസാരിക്കുകയായിരുന്നു. എൽഫ് അവകാശങ്ങളെക്കുറിച്ചുള്ള തന്റെ വീക്ഷണത്തെക്കുറിച്ച് ഹെർമിയോനി ലൂപ്പിനോട് വളരെ ഗൗരവമായി സംസാരിക്കുകയായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വ്യോവോഫിനോട് കാണിക്കുന്ന വേർതിരിവ് പോലുള്ള അതേ തരത്തിലുള്ള അസംബന്ധമാണ് അല്ലേ? ഇതെല്ലാം ഉടലെടുക്കുന്നത് മാന്ത്രികർ മറ്റു ജീവികളെക്കാൾ മികച്ചവരാണെന്ന് കരുതുന്ന ഭയാനകമായ കാര്യത്തിൽ നിന്നാണ്. ബില്ലിന്റെ മുടിയെക്കുറിച്ച് മിസസ് വീസ്ലിയും ബില്ലും പതിവ് തർക്കത്തിലായിരുന്നു. ഇത് ശരിക്കും നീണ്ടുപോകുന്നു. ഇത് ചെറുതാക്കിയാൽ നീ കൂടുതൽ സുന്ദരനാകും അല്ലേ ഹാരി? അയ്യോ, എനിക്കറിയില്ല. തന്റെ അഭിപ്രായം ചോദിച്ചതിൽ ഹാരി അല്പം പതറി. അവൻ ഉടൻ തന്നെ മുണ്ടങ്കസിനൊപ്പം ഒരു മൂലയിൽ ഒത്തുകൂടിയ ഫ്രെഡിന്റെയും ജോർജിന്റെയും നേരെ തിരിഞ്ഞ് അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹാരിയെ കണ്ടപ്പോൾ മുണ്ടങ്കസ് സംസാരം നിർത്തി. പക്ഷേ ഫ്രെഡ് കണ്ണിറുക്കി ഹാരിയെ അടുത്തേക്കിരുത്തി. കുഴപ്പമില്ല, അവൻ മുണ്ടങ്കസിനോട് പറഞ്ഞു. നമുക്ക് ഹാരിയെ വിശ്വസിക്കാം. അവൻ ഞങ്ങളുടെ സാമ്പത്തിക സഹായിയാണ്. ഡങ് എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്ക്, ഹാരിയുടെ നേരെ കൈനീട്ടി ജോർജ് പറഞ്ഞു. അതിൽ നിറയെ ചുക്കിയ കറുത്ത കായ്കൾ പോലെ എന്തോ ഒന്ന് ഹാരി കണ്ടു. അവ പൂർണ്ണമായും നിശ്ചലമായിരുന്നിട്ടും അവയിൽ നിന്ന് നേരിയ ഒരു കിലുക്ക ശബ്ദം ഉയർന്നു. വിഷമുള്ള ടെൻഡക്കുള വിത്തുകൾ. ജോർജ് അവയെ പരിചയപ്പെടുത്തി. സ്കൈവിംഗ് സ്നാക്ക് ബോക്സുകൾക്ക് ഞങ്ങൾക്കിവ ആവശ്യമുണ്ട്. പക്ഷേ ഇത് ക്ലാസ് സി നോൺ ട്രീഡബിൾ സബ്സ്റ്റൻസ് ആണ്. അതിനാൽ ഇത് കിട്ടാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ 10 ഗാലിയനുകൾ മതിയാകില്ലേ ഡാൻ? ഫ്രെഡ് ചോദിച്ചു. ഇത് കൊണ്ടുവരാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും? മുണ്ടങ്കസ് നിരാശനായി. അവൻ്റെ തൂങ്ങിക്കിടക്കുന്ന രക്തം പുരണ്ട കണ്ണുകൾ കൂടുതൽ വിടർന്നു. സോറി, 20 താഴെയുള്ള ഒരു കച്ചവടവും ഞാൻ സ്വീകരിക്കില്ല. ഡങ് ഭയങ്കര തമാശക്കാരനാണ്, ഫ്രെഡ് ഹാരിയോട് പറഞ്ഞു. അതെ, ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ചത്. ഒരു ബാഗ് ഞാൻ ക്വില്ലുകൾക്ക് 6 സിക്കിൾസ് വാങ്ങിച്ചതാണ്, ജോർജ് പറഞ്ഞു. പതുക്കെ പറ. ഹാരി ശബ്ദം താഴ്ത്തി അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്ത്? അമ്മ പ്രിഫെക്റ്റ് റോണിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഫ്രെഡ് പറഞ്ഞു. പക്ഷെ മൂടിക്ക് നിങ്ങളെ കാണാൻ കഴിയും, ഹാരി ചൂണ്ടിക്കാട്ടി. മുണ്ടങ്കസ് പരിഭ്രമത്തോടെ പിറകിലേക്ക് നോക്കി. ശരിയാണ്, അയാൾ പിറുപിറുത്തു. 10 വേഗം നോക്ക്. ചിയേഴ്സ്, ഫ്രെഡ് സന്തോഷത്തോടെ ഹാരിയോട് പറഞ്ഞു. അതേസമയം മുണ്ടങ്കസ് ഇരട്ടകളുടെ നീട്ടിയ കൈകളിലേക്ക് തൻ്റെ പോക്കറ്റുകൾ ഒഴിച്ചു കൊടുത്തു. ശേഷം ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. ഇത് മുകളിലെത്തിക്കുന്നതാണ് നല്ലത്. അവർ പോകുന്നത് നോക്കി നിൽക്കെ ഫ്രെഡും ജോർജും അവരുടെ ജോക്ക് ഷോപ്പ് ബിസിനസ്സിന് എങ്ങനെ പണം കിട്ടിയെന്ന് മിസ്റ്റർ ആൻഡ് മിസ്സസ് വീസ്ലി അറിയുന്നതോർത്ത് ഹാരിക്ക് അല്പം അസ്വസ്ഥത തോന്നി. ഒടുവിൽ തീർച്ചയായും അവർ അതിനെക്കുറിച്ച് കണ്ടെത്തും. ഇരട്ടകൾക്ക് തൻ്റെ ട്രൈവിസാർഡ് സമ്മാനത്തുക നൽകിയത് അന്ന് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമായി തോന്നിയിരുന്നു. പക്ഷേ അത് മറ്റൊരു കുടുംബകലഹത്തിലേക്കും പേഴ്സിയുടേതുപോലുള്ള വേർപിരിയലിലേക്കും നയിച്ചാലോ? ഫ്രെഡിനും ജോർജിനും തികച്ചും അനുയോജ്യമല്ലെന്ന് തോന്നുന്ന ഒരു കരിയർ ആരംഭിക്കാൻ ഹാരി സാധ്യമാക്കിയെന്ന് കണ്ടെത്തിയാൽ ഹാരി തൻ്റെ മകനെപ്പോലെ നല്ലവനാണെന്ന് മിസ്സസ് വീസ്ലിക്ക് അപ്പോഴും തോന്നുമോ? ഫ്രെഡും ജോർജും പോയതിന് ശേഷം ഹൃദയത്തിൽ ഒരു കുറ്റബോധത്തോടെ നിൽക്കുമ്പോൾ ഹാരി സ്വന്തം പേര് ആരോ പറയുന്നതായി കേട്ടു. ചുറ്റുമുള്ള സംസാരത്തിനിടയിലും കിങ്സ്ലി ഷാക്കിൾപോർട്ടിൻ്റെ ആഴത്തിലുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ഡംബിൾഡോർ പോട്ടറിന് ഒരു പ്രിഫെക്റ്റ് ആക്കാതിരുന്നത്? കിങ്സ്ലി ചോദിച്ചു. ഈ അധ്യായം കുറച്ച് ലോങ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടായിട്ട് കേൾക്കാം. അപ്പോൾ ഹാരിയുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.